എന്താണ് E20 പെട്രോൾ? നിങ്ങളുടെ വാഹനത്തിൻ്റെ എഞ്ചിൻ പതുക്കെ പതുക്കെ ഇത് നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നിശബ്ദ കൊലയാളിയാണോ? അതോ ഇന്ത്യയുടെ സമ്പദ്വ്യവസ്ഥയെ തന്നെ മാറ്റിമറിക്കാൻ പോകുന്ന ഒരു ഇന്ധന വിപ്ലവമാണോ? പെട്രോളിൽ കരിമ്പിൻ ജ്യൂസ് കലർത്തുന്നു, കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയുടെ കുടുംബത്തിന് വേണ്ടിയാണ് ഈ കളി നടക്കുന്നത് എന്നിങ്ങനെ സോഷ്യൽ മീഡിയയിൽ വലിയ വലിയ രീതിയിലുള്ള ട്രോളുകളും വിമർശനങ്ങളും ഒക്കെ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇതിൻ്റെ പിന്നിലെ സത്യം എന്താണ്? പാലിൽ വെള്ളം ചേർക്കുന്നത് പോലെ അത്ര ലളിതമാണോ ഈ പ്രക്രിയ? ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇന്ത്യയിലെ കോടിക്കണക്കിന് വാഹന ഉടമകളെ നേരിട്ട് ബാധിക്കുന്ന, എന്നാൽ പലരും സംസാരിക്കാൻ മടിക്കുന്ന ചില കടുത്ത യാഥാർത്ഥ്യങ്ങളെക്കുറിച്ചാണ്. പുതിയ ഇന്ധനം കാരണം നിങ്ങളുടെ വാഹനത്തിൻ്റെ മൈലേജ് കുറയുന്നുണ്ടോ? എൻജിൻ കേടായാൽ ഇൻഷുറൻസ് കിട്ടുമോ? ഇതിൻ്റെ പിന്നിലെ വമ്പൻ ബിസിനസ് രാഷ്ട്രീയം എന്താണ്? ഡീസലിലും ഇനി ഇത്തരമൊരു മാറ്റം വരാൻ പോകുന്നുണ്ടോ? എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള കൃത്യമായ ഡാറ്റയും ശാസ്ത്രീയ വശങ്ങളും ചേർത്തുള്ള മറുപടിയാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ തുറന്നു കാട്ടുന്നത്. ആദ്യം തന്നെ നമുക്ക് ഈ കരിമ്പിൻ ജ്യൂസ് പരിഹാസത്തിൻ്റെ സയൻസ് ഒന്ന് മനസ്സിലാക്കാം. പെട്രോളിൽ അസംസ്കൃത കരിമ്പിൻ നീരല്ല ചേർക്കുന്നത്. കരിമ്പ്, ചോളം, കേടായ ധാന്യങ്ങൾ എന്നിവ പുളിപ്പിച്ചിട്ടുണ്ടാക്കുന്ന ഒന്നാന്തരം ആൽക്കഹോളാണ് എത്തനോൾ. ഇതിൻ്റെ 99.5% ശുദ്ധീകരിച്ച ശേഷമാണ് പെട്രോളുമായിട്ട് കലർത്തുന്നത്. സാങ്കേതികമായി പറഞ്ഞാൽ എത്തനോൾ പെട്രോൾ ചേർക്കുമ്പോൾ ഇന്ധനത്തിൻ്റെ RON റിസർച്ച് ഒക്ടെയ്ൻ നമ്പർ വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. ഒക്ടെയ്ൻ നമ്പർ കൂടിയാൽ എഞ്ചിനിലെ ഇന്ധനം കൂടുതൽ കാര്യക്ഷമമായി കത്തും, എൻജിൻ നോക്കിംഗ് കുറയുകയും ചെയ്യും. അതായത് തിയറി അനുസരിച്ച് ഇത് എൻജിന് നല്ലതാണ്. മാത്രമല്ല പരിസ്ഥിതിക്ക് ഇത് വലിയൊരു അനുഗ്രഹവുമാണ്. കാർബൺ മോണോക്സൈഡ്, ഹൈഡ്രോ കാർബൺ ബഹിർഗമനം എന്നിവയെല്ലാം വലിയ തോതിൽ കുറയ്ക്കാൻ എത്തനോൾ കലർത്തിയ ഇന്ധനത്തിന് സാധിക്കും. ഞാൻ പറയുന്നത് വിശ്വസിക്കേണ്ട, ഗൂഗിൾ ചെയ്ത് നോക്കൂ. നമ്മുടെ രാജ്യത്തെ കർഷകർക്ക് ഏതൊരു അധിക വരുമാന മാർഗം കൂടിയാണ്. ഇന്ത്യയിൽ ഏകദേശം 1000ഓളം എത്തനോൾ നിർമ്മാണ കമ്പനികൾ സർക്കാർ അനുമതി നൽകിയിട്ടുണ്ട്. അതിൽ 500ഓളം കമ്പനികൾ ഇപ്പോൾ പൂർണ്ണ സജ്ജമായി ഉൽപ്പാദനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ കാര്യങ്ങൾ ഇത്രയൊക്കെ പോസിറ്റീവ് ആണെങ്കിൽ പിന്നെ എന്തിനാ ജനങ്ങൾ ഇത്രയേറെ ശബ്ദമുയർത്തുന്നത്? അവിടെയാണ് യഥാർത്ഥ പ്രശ്നം തുടങ്ങുന്നത്. ജനങ്ങളുടെ എതിർപ്പ് വെറും ഒരു അന്ധമായ രാഷ്ട്രീയ എതിർപ്പല്ല, അതിന് കൃത്യമായിട്ടുള്ള പ്രായോഗിക കാരണങ്ങളുണ്ട്. ഒന്നാമത്തെ പ്രശ്നം മെറ്റീരിയൽ കോമ്പാറ്റിബിലിറ്റിയാണ്. അതായത് എത്തനോളിന് ഒരു പ്രത്യേകതയുണ്ട്, അത് ജലാംശത്തെ വേഗത്തിൽ ആകർഷിക്കും. അതോടൊപ്പം ഇതൊരു നല്ല സോൾവെൻ്റ് കൂടിയാണ്. പഴയ വാഹനങ്ങളുടെ ഇന്ധന ടാങ്കുകൾ, പൈപ്പുകൾ, റബ്ബർ ഗാസ്കറ്റുകൾ എന്നിവയെല്ലാം എത്തനോൾ പെട്ടെന്ന് നശിപ്പിക്കും. 2000ങ്ങളുടെ തുടക്കത്തിലോ അല്ലെങ്കിൽ 2020 മുമ്പോ ഇറങ്ങിയ ഭൂരിഭാഗം വാഹനങ്ങളും E20 അഥവാ എത്തനോൾ കലർന്ന ഇന്ധനം ഉപയോഗിക്കാൻ പാകത്തിൽ നിർമ്മിച്ചവയല്ല. ഇത് എൻജിൻ തുരുമ്പെടുക്കാനും പൈപ്പുകൾ അഴുകിപ്പോകാനും കാരണമാകും. രണ്ടാമത്തെ പ്രശ്നം എന്ന് പറയുന്നത് മൈലേജ് കുറയുന്നു. ഇത് വെറും ഒരു ആരോപണമല്ല, ശാസ്ത്രീയ സത്യമാണ്. എത്തനോളിൻ്റെ ഊർജ്ജ സാന്ദ്രത സാധാരണ പെട്രോളിനേക്കാൾ ഏകദേശം 30% കുറവാണ്. അതുകൊണ്ട് പെട്രോളിൽ എത്തനോളിൻ്റെ അളവ് കൂടുമ്പോൾ വാഹനങ്ങളുടെ മൈലേജ് 5 മുതൽ 10% വരെ കുറയാൻ സാധ്യതയുണ്ട്. അതായത് ഉപഭോക്താവ് ഒരേ പണം നൽകി കുറഞ്ഞ മൈലേജ് തരുന്ന ഇന്ധനം വാങ്ങാൻ നിർബന്ധിതനാകുന്നു. മൂന്നാമത്തെയും ഏറ്റവും മാരകമായ പ്രശ്നം ഇൻഷുറൻസ് ചതി. നിങ്ങളുടെ വാഹനം ഒരു E20 കംപ്ലൈൻറ്റ് അല്ല എന്നിരിക്കട്ടെ. നിങ്ങൾ പമ്പിൽ നിന്ന് നിരന്തരം ഈ ഇന്ധനം അടിച്ച് വാഹനത്തിൻ്റെ എൻജിൻ തകരാറിലായാൽ ആ സർവീസ് ചെലവ് ആര് വഹിക്കും? വാഹന കമ്പനികൾ പറയും ഞങ്ങൾ E10 വരെ ഉപയോഗിക്കാനേ പറഞ്ഞിട്ടുള്ളൂ, അതുകൊണ്ട് വാറണ്ടി ഇല്ല എന്ന്. ഇൻഷുറൻസ് കമ്പനികളാകട്ടെ നിർദ്ദേശിക്കാത്ത ഇന്ധനം ഉപയോഗിച്ചതുമൂലം ഉണ്ടാകുന്ന കേടുപാടുകൾ എന്ന് കാണിച്ച് നിങ്ങളുടെ ക്ലെയിമുകൾ പാടെ നിരസിക്കും. സാധാരണക്കാരനായ ഒരു വാഹന ഉടമ ഒടുവിൽ വലിയൊരു സാമ്പത്തിക ബാധ്യതയിലേക്ക് വലിച്ചെറിയപ്പെടുന്ന അവസ്ഥയാണിത്. ഇനി നമുക്ക് ഇതിൻ്റെ പിന്നിൽ വലിയൊരു സാമ്പത്തിക ചിത്രം പരിശോധിക്കാം. ഇത് ജ്യൂസ് അടിക്കുന്നത് പോലെ അത്ര ലളിതമല്ല എന്ന് നമ്മൾ കണ്ടു. ഒരു 150 km/day ശേഷിയുള്ളൊരു എത്തനോൾ പ്ലാന്റ് സ്ഥാപിക്കാൻ മാത്രം 150 മുതൽ 200 കോടി രൂപ വരെ നിക്ഷേപം ആവശ്യമാണ്. ഇനി ഇതിൻ്റെ വില നിർണ്ണയം നോക്കൂ. 1 ലിറ്റർ എത്തനോൾ ഉൽപ്പാദിപ്പിക്കാൻ കമ്പനികൾക്ക് ഏകദേശം 60 മുതൽ 65 രൂപ വരെ ചിലവുണ്ട്. ഇത് ഓയിൽ മാർക്കറ്റിംഗ് കമ്പനികൾക്ക് അഥവാ HP, IOCL, BPCL വിൽക്കുന്നത് 70 മുതൽ 72 രൂപയ്ക്കാണ്. എന്നാൽ മറ്റൊരു വശത്ത് അന്താരാഷ്ട്ര മാർക്കറ്റിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങി ഇന്ത്യയിൽ ശുദ്ധീകരിച്ച് പെട്രോളാക്കി മാറ്റുമ്പോൾ കമ്പനികൾക്ക് 1 ലിറ്ററിന് വരുന്ന ബേസ് കോസ്റ്റ് വെറും 50 മുതൽ 55 രൂപ മാത്രമാണ്. അപ്പോൾ ചോദ്യം വരാം, ശുദ്ധമായ പെട്രോളിനേക്കാൾ വില കൂടിയ എത്തനോൾ എന്തിനാണ് ഇതിൽ കലർത്തുന്നത് എന്ന്. ഇവിടെയാണ് രാജ്യത്തിൻ്റെ താല്പര്യം വരുന്നത്. ഇന്ത്യ ഉപയോഗിക്കുന്ന ക്രൂഡ് ഓയിലിൻ്റെ 85% നമ്മൾ വിദേശത്തു നിന്നും ഇറക്കുമതി ചെയ്യുകയാണ്. എത്തനോൾ ബ്ലെൻഡിംഗ് വഴി പ്രതിവർഷം 10,000 കോടി രൂപയുടെ വിദേശ നാണ്യമാണ് ഇന്ത്യക്ക് ലാഭിക്കാൻ കഴിയുന്നത്. പക്ഷേ രാജ്യത്തിന് ലാഭം ഉണ്ടാകുമ്പോൾ അതിന് നഷ്ടം മുഴുവൻ സാധാരണക്കാരനായ ഉപഭോക്താവിൻ്റെ തലയിൽ കെട്ടിവെക്കുന്നത് എന്ത് നീതിയാണ്? എത്തനോൾ ചേർത്ത് ഇന്ധനത്തിന് വില കുറച്ച് നൽകാൻ സർക്കാർ തയ്യാറാകാത്തത് എന്തുകൊണ്ടാണ്?
എത്തനോൾ എന്ന് കേൾക്കുമ്പോൾ തന്നെ പ്രതിപക്ഷം ഉന്നയിക്കുന്ന പ്രധാന ആരോപണം ഇത് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയുടെ കുടുംബത്തിന് വേണ്ടിയാണ് എന്നാണ്. എന്നാൽ നമുക്ക് ചില ഡാറ്റകൾ പരിശോധിക്കാം. ഇന്ത്യയിലെ മൊത്തം എത്തനോൾ ഉൽപ്പാദനത്തിൻ്റെ ഒരു ചെറിയ ശതമാനം മാത്രമാണ് ഗഡ്കരിയുമായി ബന്ധപ്പെട്ട കമ്പനികളുടേത്. അങ്ങനെയെങ്കിൽ ബാക്കി 99% ഉൽപ്പാദനവും ആരുടേതാണ്? ഈ വിഷയത്തിൽ വലിയ ജനവികാരം ഉയരുമ്പോഴും പ്രതിപക്ഷത്തെ പ്രമുഖ പാർട്ടികൾ എന്തുകൊണ്ടാണ് പാർലമെന്റിൽ പൂർണ്ണ മൗനം പാലിക്കുന്നത്? പ്രത്യേകിച്ചും മഹാരാഷ്ട്രയിലെ പഞ്ചസാര എത്തനോൾ ലോബിയെയും സഹകരണ മേഖലയെയും പതിറ്റാണ്ടുകളായി നിയന്ത്രിക്കുന്നത് ആരാണ്? അവിടെ പാർട്ടി ഭേദമന്യേ ഭരണ പ്രതിപക്ഷ ഇല്ലാതെ തന്നെ എല്ലാ രാഷ്ട്രീയ നേതാക്കൾക്കും വലിയ എത്തനോൾ ബിസിനസ്സുകളുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ ആർക്കും ആത്മാർത്ഥമായ താല്പര്യമില്ല എന്നൊക്കെ ഒരു വിഭാഗം തന്നെ പറയുന്നുണ്ട്. എന്നാൽ അതേസമയം തന്നെ ഇത് നമ്മുടെ ഹോർമൂസിലെ പ്രശ്നങ്ങൾ പോലെയുള്ള സമയത്ത് ഇത് ഒരു വലിയ ഉപയോഗം തന്നെയാണ്. മാത്രമല്ല ഇത് വളരെ ഹെൽപ്ഫുള്ളുമാണ്. മാത്രവുമല്ല ഇത് ഐസോബ്യൂട്ടീൻ ചേർക്കാൻ പോകുന്നു എന്ന റിപ്പോർട്ടുകളൊക്കെ വരുന്നുണ്ട്. ട്രക്കുകളും ബസ്സുകളും ഉൾപ്പെടെയുള്ള വലിയ വാഹനങ്ങളും സാധാരണക്കാരുടെ ചെറുകിട ഡീസൽ കാറുകളൊക്കെ ഇതോടെ കൂടുതൽ പ്രതിസന്ധിയിലാകുമോ എന്ന ഭീതിയിലാണ് ഉപഭോക്താക്കൾ. ജനങ്ങളെ കൃത്യമായി ബോധ്യപ്പെടുത്താതെ ഇവരുടെ വാഹനങ്ങളുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്താതെ ഇത്തരമൊരു പരീക്ഷണം കൂടി നടത്തിയാൽ അത് വലിയ പ്രത്യാഘാതം ഉണ്ടാക്കുമെന്നും പറയപ്പെടുന്നുണ്ട്. എന്നാൽ മാറ്റങ്ങൾ വേണം, പരിസ്ഥിതി സംരക്ഷിക്കപ്പെടണം, അതുപോലെ തന്നെ വിദേശ നാണ്യം ലാഭിക്കണം. ഇതിലൊന്നും ആർക്കും ഒരു ചിന്ത വരുന്നില്ല. അതാണ് നമ്മുടെ ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കുന്നതല്ലല്ലോ ഇത് ഒരു വിഭാഗം രഹസ്യമായി ഉണ്ടാക്കുന്ന ഒരു പ്രശ്നമാണ് അല്ലെങ്കിൽ വിവാദമാണ്. അതിനെല്ലാം അപ്പുറം നമ്മുടെ രാജ്യത്തിൻ്റെ വിദേശ നാണ്യ ശേഖരത്തിനും കരുതൽ ശേഖരത്തിനും അതുപോലെ തന്നെ നമ്മുടെ വായു മലിനീകരണം കാരണം ഇപ്പോൾ ഡൽഹിയിലെല്ലാം അവസ്ഥ കാണുന്നുണ്ടല്ലോ, അതിനെല്ലാം ഒരു പരിഹാരം എന്ന രീതിക്കാണ് അല്ലെങ്കിൽ അതിനെല്ലാം ഒരു പരിഹാരം എന്ന നിലയ്ക്കാണ് ഇപ്പോൾ E20യുടെ കടന്നുവരവ്. അത് സത്യത്തിൽ നമുക്ക് ഏറെ ഹെൽപ്ഫുള്ളാണ്, നമ്മുടെ രാജ്യത്തിന് വളരെ നല്ലതാണ്, അതുപോലെ നമ്മുടെ കർഷകർക്ക് ഏറെ ഉപകാരപ്രദമാണ്. അതെല്ലാം മനസ്സിലാക്കി വേണം നമ്മൾ ഈ ഒരു കാര്യത്തെ എതിർക്കാൻ വേണ്ടി. നമ്മളിപ്പോൾ ഇതിൻ്റെ എല്ലാ പോയിന്റുകളും പറഞ്ഞു തന്നു, ഗുണവും ദോഷവും എല്ലാം തന്നെ. ഇതിനെല്ലാം തീർച്ചയായും ഒരു പരിഹാരം കാണാതെ E20 എല്ലാവരും നിർബന്ധിതമായി അടിക്കണമെന്ന് നമ്മുടെ തലയിലേക്ക് ആരും വെച്ച് കിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ എല്ലാം ഒന്ന് കൃത്യമായി മനസ്സിലാക്കി വേണം നമ്മൾ ഏതൊരു വിവാദത്തിനു വേണ്ടി മുന്നിട്ടിറങ്ങുമ്പോഴും അതിനുവേണ്ടി പ്രയത്നിക്കാൻ അല്ലെങ്കിൽ അതിനുവേണ്ടി പ്രതികരിക്കാൻ വേണ്ടി. ഇപ്പോൾ കാര്യങ്ങൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി എന്നാണ് എൻ്റെ വിശ്വാസം. ഇതിൽ കൂടുതൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ തീർച്ചയായും ചോദിക്കാം. മറ്റു വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി.